നമ്മളെല്ലാവരും കേൾക്കുന്നൊരു കാര്യമാണ്, ഇന്നലെ വരെ ഒരു കുഴപ്പവുമില്ലാതിരുന്ന ആൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു എന്നൊക്കെ. എന്നാൽ ആ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ നമ്മുടെ ശരീരം അറിയാതെ തരുന്ന ഒരുപാട് മുന്നറിയിപ്പുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്രതീക്ഷിത മരണം ഒരിക്കലും അപ്രതീക്ഷിതമല്ല. ഈയൊരു വാചകം ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണല്ലേ. പുറമേ നല്ല ആരോഗ്യത്തോടെ ഇരുന്ന ഒരു 47കാരനും ഒരു യുവ മെഡിക്കൽ വിദ്യാർത്ഥിയും പെട്ടെന്ന് മരിച്ചുപോയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും നിങ്ങളുടെ ശരീരം ഇപ്പോ എന്ത് സിഗ്നലാണ് തന്നുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഫിറ്റാണ് എന്ന്. പക്ഷേ ആ തോന്നൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും വലിയൊരു അപകടമാണെങ്കിലോ? ഇതിനെ നമുക്ക് ചോർന്നൊലിക്കുന്ന ഒരു വീടിന്റെ മേൽക്കൂരയുമായിട്ട് ഉപമിക്കാം. വർഷങ്ങളായിട്ട് അതിന് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ അതൊന്നും അറിയുന്നില്ല. എന്നാണോ വെള്ളം നമ്മുടെ തലയിലേക്ക് ഇറ്റുവീഴാൻ തുടങ്ങുന്നത്, അപ്പം മാത്രമാണ് നമ്മൾ അയ്യോ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. നമ്മുടെ ശരീരവും ഒരു തരത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇതിനെയാണ് നിശബ്ദമായ നാശമെന്ന് പറയുന്നത്. അതായത് പുറമേക്ക് ഒരു ലക്ഷണവും കാണിക്കാതെ വർഷങ്ങളെടുത്ത് നമ്മുടെ ആരോഗ്യം ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന ഒരവസ്ഥ. അപ്പോ ഈ നിശബ്ദമായ നാശം എവിടെയാണ് തുടങ്ങുന്നത്? അതിന്റെ ഉത്തരം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കോശങ്ങളിലാണ്. നമുക്കതിലേക്ക് കടക്കാം. കോശങ്ങളിലെ അസന്തുലിതാവസ്ഥ, ഉള്ളിലെ അദൃശ്യമായ യുദ്ധം. നമ്മുടെ ശരീരത്തെ ഒരു രാജ്യമായിട്ട് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അപ്പോ ആ രാജ്യത്തിലെ കോടിക്കണക്കിന് പൗരന്മാരാണ് നമ്മുടെ കോശങ്ങൾ. ഒരു രാജ്യത്തിന്റെ ആരോഗ്യം അറിയണമെങ്കിൽ ആദ്യം അവിടുത്തെ പൗരന്മാരുടെ കാര്യം നോക്കണം, അല്ലേ? ഓരോ കോശത്തിനും ചുറ്റും ഒരു സെക്യൂരിറ്റി ഫോഴ്സുണ്ട്. അതാണ് ഈ കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. ഒരു ബോർഡർ ഗാർഡിനെ പോലെ ആവശ്യമുള്ളതിനെ മാത്രം അകത്തേക്ക് കടത്തിവിടും, വേണ്ടാത്തതിനെ പുറത്തു നിർത്തും. അപ്പോ ഈ സെക്യൂരിറ്റി ഫോഴ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള 2 തരം കൊഴുപ്പുകൾ വെച്ചിട്ടാണ്. ഒന്ന് ഒമേഗ-6, ഇവർ ആക്രമണകാരികളാണ്. രണ്ടാമത്തേത് ഒമേഗ-3, ഇവർ സമാധാനമുണ്ടാക്കുന്നവരും. അപ്പോ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ശരീരത്തിൽ ഇവരുടെ ഒരു ബാലൻസ് എങ്ങനെയായിരിക്കണം? ഓരോ ഒരു സമാധാനമുണ്ടാക്കുന്ന ആൾക്കും ഏകദേശം 3 ആക്രമണകാരികൾ. അതാണ് ശരിക്കുള്ള കണക്ക്. 3:1. അതാണ് വേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ഇന്ത്യയിലെ ശരാശരി കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. ഒരു സമാധാനക്കാരന് 47 ആക്രമണകാരികൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ അതിന്റെ ഒരു ഭീകരത. അപ്പോൾ എപ്പോഴും ആക്രമിക്കൂ എന്നുള്ളൊരു സിഗ്നൽ വന്നുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ കോശങ്ങൾ ഒരുതരം ലോക്ക്ഡൌണിലാകും. പോഷകങ്ങളൊന്നും ഉള്ളിലേക്കെടുക്കാൻ പറ്റില്ല, വിഷവസ്തുക്കളൊന്നും പുറത്തേക്ക് കഴിയാനും പറ്റില്ല. പതിയെ പതിയെ ഹൃദയം, തലച്ചോറ്, സന്ധികൾ, ഇങ്ങനെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങും. അപ്പോൾ പുറമേ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത ഈ പ്രശ്നം നമ്മൾ എങ്ങനെ കണ്ടെത്തും? അവിടെയാണ് ഊഹങ്ങൾക്ക് പകരം കൃത്യമായ അളവുകൾക്ക് പ്രാധാന്യം വരുന്നത്. നമുക്ക് പരിശോധിക്കാം, ഊഹിക്കരുത്. നമ്മൾ അളക്കാത്തൊരു കാര്യത്തെപ്പറ്റി നമുക്ക് ഊഹിക്കാൻ മാത്രമല്ലേ പറ്റൂ. ഇതൊരു കാറിന്റെ ഡാഷ്ബോർഡ് പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. എഞ്ചിൻ ലൈറ്റ് കത്തിയാൽ നമ്മളത് എന്താണെന്ന് തർക്കിക്കാൻ നിൽക്കാറില്ലല്ലോ, നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കും. അതേ സമീപനം നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിലും വേണം. അപ്പോ ഇതിനൊരു സിമ്പിൾ 3 സ്റ്റെപ്പ് പരിഹാരമുണ്ട്. സ്റ്റെപ്പ് 1, ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ ഈ ഒമേഗ അണുബാധം കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2, അതിനെ ശരിയാക്കാൻ സഹായിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 3, 120 ദിവസം കഴിഞ്ഞ് ഒരു ടെസ്റ്റ് കൂടെ ചെയ്ത് എല്ലാം ബാലൻസ് ആയോ എന്ന് ഉറപ്പുവരുത്തുക. വളരെ സിമ്പിൾ. ഇതിന്റെ ഒരു റിസൾട്ട് എന്താണെന്നല്ലേ? ഈ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന 95% ആളുകൾക്കും വെറും 4 മാസത്തിനുള്ളിൽ തന്നെ ഈ ശരിയായ ബാലൻസിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർക്കണം, 95%. ഈ കണക്കുകൾക്കൊക്കെ അപ്പുറം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഇതെന്ത് മാറ്റമുണ്ടാക്കി? നമുക്ക് കുറച്ച് യഥാർത്ഥ അനുഭവങ്ങളിലേക്ക് പോകാം. സിദ്ധാന്തത്തിൽ നിന്ന് പരിവർത്തനത്തിലേക്ക്. സൽമയുടെ കഥ നോക്കൂ. ഒരു സാധാരണ ജീവിതം ഇനി പറ്റില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ഒരാളാണ്. ഒരു മിനി വെന്റിലേറ്ററിലാണ് വീട്ടിലേക്ക് അയച്ചത്. പക്ഷേ ഈ ഓയിൽ ഉപയോഗിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അവർക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമെന്ന് കരുതിയ സ്റ്റീറോയിഡ് പോലും നിർത്താൻ കഴിഞ്ഞു. ഇനി 73 വയസ്സുള്ള ഇസ്മായിലിന്റെ അനുഭവം കേട്ടുനോക്കൂ. അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് 26% നിന്ന് 19% കുറഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ ക്ഷീണമില്ലാതെ 900 കിലോമീറ്റർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
73-ാം വയസ്സിൽ. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു മാറ്റം തന്നെയാണ്. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് അവർക്ക് മാത്രമുള്ള എന്തോ പ്രത്യേക കാര്യമല്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ എല്ലാം ശരീരത്തിന്റെ അടിസ്ഥാന ബയോളജി അത് ഒന്നാണ്. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള അവസാന പാഠം ഇതാണ്. നമ്മുടെ ശരീരത്തിന്റെ ജീവശാസ്ത്രം അത് നമുക്ക് വിലപേശി മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. അപ്പോ ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ ശരീരം തരുന്ന സിഗ്നലുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ.